നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൈക്രോഫോൺ അൺബോക്സിംഗ് ആണ്. ഇതാണ് സംഭവം. ഏതാ BM-800 എന്ന് പറഞ്ഞ മൈക്രോഫോൺ ആണ്. അപ്പൊ അതിന്റെ ഒരു കോംബോ പാക്കാണ് മേടിച്ചത്. അപ്പൊ ഈ സംഭവം കൂടി കിട്ടി. ഇതെന്താന്ന് വെച്ചാൽ പോപ്പ് ഫിൽറ്റർ, പിന്നെ വിൻഷീൽഡ് എന്നും പറയും. അപ്പൊ ഈ മൈക്രോഫോൺ എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യണവർക്കോ ഒരു സ്റ്റുഡിയോ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് ചെയ്യണവർക്കോ ഒക്കെ പറഞ്ഞ മൈക്രോഫോൺ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്ഥലത്ത് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു മൈക്രോഫോൺ ആണ്. നമുക്ക് വേറെ സ്ഥലത്തായിട്ട് കൊണ്ടുപോയി അടക്കാനൊന്നും പറ്റാത്ത ടൈപ്പ് മൈക്രോഫോൺ ആണ്. ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിൽ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ടേബിൾ ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോഫോൺ സ്റ്റാൻഡും മേടിക്കണം. അപ്പോൾ അതിന് എക്സ്ട്രാ ഒരു 1200 രൂപ കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ അടുത്ത സാധനം എന്ന് വെച്ചാൽ ഈ മൈക്ക് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ലാപ്ടോപ്പിലായിട്ട് കുത്തി കഴിഞ്ഞാൽ ഈ മൈക്കിലായിട്ട് ആവശ്യത്തിനുള്ള പവർ വരില്ല. അതുകൊണ്ട് ഈ മൈക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം വേണം. ഇതാണ് USB സൗണ്ട് കാർഡ്, 7.1 ചാനൽ സൗണ്ട് കാർഡ്, എക്സ്റ്റേണൽ സൗണ്ട് കാർഡാണിത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു സൗണ്ട് കാർഡ് മേടിച്ചായിരുന്നു. ഇന്റേണൽ സൗണ്ട് കാർഡ് ആയിരുന്നു ഇത് വർക്ക് ചെയ്യാനുള്ള. ഇതാരും മേടിക്കരുത്, ഇതാരും മേടിക്കരുത്. അപ്പോൾ ഈ സൗണ്ട് കാർഡാണ് നമുക്ക് വർക്ക് ആവുള്ളൂ. ഇതുപോലത്തെ സൗണ്ട് കാർഡ് നിങ്ങൾ ആമസോണിൽ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും അതിന് ഏകദേശം ഓരോ റേറ്റ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം. രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്, പിന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്. എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഇത് വർക്ക് ചെയ്യണത് മെയിനായിട്ട് ഇതിൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ, ഈ മൈക്ക്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ ഫാൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു 1800 രൂപ കൊടുത്തുള്ള ഒരു സംഭവം മേടിക്കേണ്ടി വരും. അത് ഈ മൈക്കിൻ്റെ കമ്പനി തന്നെ ഇറക്കണ്ട, അത് മേടിച്ചാലും മതി. പക്ഷെ ഈ ഒറ്റ ഒരു ചെറിയ സാധനം വെച്ചിട്ട് നമുക്ക് ആ പവർ കിട്ടും. ആ പവറല്ല, ഏകദേശം ആ ക്വാളിറ്റി തന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഇതിന് 255 രൂപയോ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ്. ആ റേറ്റ് കൊടുത്ത് ഇത് മേടിക്കായിരിക്കും നല്ലത്, ഫാൻ്റെ പവർ മേടിക്കണേക്കാളും. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ടുള്ള മൈക്രോഫോൺ അൺബോക്സ് ചെയ്യാം. ഈ മൈക്രോഫോണും ഈ ഒരു സംഭവം കൂടി കോംബോ പാക്കായിട്ട് മേടിച്ചപ്പോൾ എനിക്ക് 1698 രൂപയാണ് ആയത്. അപ്പോൾ ഇതുപോലത്തെ വേറൊരു മൈക്രോഫോൺ ഇതിപ്പോൾ ചൈന മെയ്ഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലത്തെ തന്നെ വേറെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള മൈക്രോഫോൺ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നല്ല പൈസ ചിലവാകും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. മെയിനായിട്ട് ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്നാമത്തെ മൈക്രോഫോൺ, പിന്നെ ഇത് നമ്മൾ ആ മൈക്രോഫോണിൻ്റെ ഉള്ളിൽ പൊടിയൊന്നും കയറാണ്ടിരിക്കാനുള്ള സംഭവമാണ് അതിൻ്റെ ടോപ്പിൽ വെക്കണേ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഷോക്ക് മൗണ്ടാണ് നമുക്ക് മൈക്രോഫോൺ സ്റ്റാൻഡിൽ പിടിപ്പിക്കാനുള്ളത്. ഈ സാധനം ഇതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ മൈക്രോഫോണിൻ്റെ കേബിളാണ്. ഇതൊക്കെ നമുക്ക് ബാക്കി ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് അടുത്ത സാധനം അൺബോക്സ് ചെയ്യാം. ഇത് പോപ്പ് ഫിൽറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ വിൻഷീൽഡ് എന്നും പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കട്ടിയുള്ള എന്തെങ്കിലുമൊക്കെ വാക്കൊക്കെ, ഇപ്പോൾ സിംഗേഴ്സിനൊക്കെ ആണെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും വാക്കൊക്കെ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഭായൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു നോയ്സും ഒരു കരകരപ്പും ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഇത് നമുക്ക് പയ്യെ പുറത്തേക്ക് എടുക്കാം. ഇതാണ് സംഭവം. ഇത് നിർബന്ധമില്ല, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ജസ്റ്റ് കോംബോ ആയിട്ട് കിട്ടിയിട്ട് ഞാൻ മേടിക്കുന്നുള്ളൂ. ഇത് നിർബന്ധമില്ല. നമ്മളിപ്പോൾ ഇത് വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് വിൻഡ് ഷീൽഡാണ്. കാറ്റൊന്നും വന്നു കഴിയുമ്പോൾ അതിൻ്റെ സൗണ്ടൊന്നും ശരിക്കും അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഇത് സിങ്ക് അലോയ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചേക്കണതെന്നാണ് നമ്മുടെ ആ സൈറ്റിൽ പറഞ്ഞേക്കണത്. പിന്നെ ഇത് സ്റ്റീൽ നെറ്റാണ്. ഇത് സ്റ്റീൽ നെറ്റ് എന്ന് പറയും നമ്മുടെ മൈക്കിൻ്റെ ഈ ടോപ്പിൽ കാണുന്ന ഈ സംഭവം. പിന്നെ ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് ഒന്നും ഇടണ്ട, നമുക്ക് ബാറ്ററിയോ ഒന്നും ഇടാനില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞൊരു സംഭവമാണിത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ വയറാണ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു സ്വിച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ. ചുമ്മാ നമ്മൾ കയറ്റരുത്. ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്
അത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കയറ്റുക, അപ്പോൾ പെട്ടെന്ന് കയറും. അപ്പോൾ നമ്മുടെ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഡസ്റ്റ് ഒന്നും ആവാണ്ടിരിക്കാനായിട്ട് ആണ് ഈ സംഭവം നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. ഇത് പ്രത്യേകിച്ചൊന്നും ഇതിൽ ചെയ്യാനില്ല, അത് ജസ്റ്റ് ചുമ്മാ തള്ളി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇത് കഴിഞ്ഞു, ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് കഴിഞ്ഞു. നല്ല ക്വാളിറ്റിയുള്ള വയറാണ് ഇവർ തന്നേക്കുന്നത്, നല്ല അടിപൊളി വയറാണ്. അപ്പോൾ വയർ കണക്ഷനും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ മൗണ്ടിൽ പിടിപ്പിക്കാമെന്നാണ്. ഒരു ഷോപ്പ് മൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൈക്രോഫോൺ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാനാണ് മെയിനായിട്ട് അത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മൈക്രോഫോൺ സ്റ്റാൻഡ് ഇല്ലല്ലോ, എന്നാലും ഞാൻ ജസ്റ്റ് അതിൻ്റെ അതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ വയർ ഊരണം, നമ്മൾ ഊരിയിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ഊരുക, എന്നിട്ട് ഈ സാധനം എടുക്കുക. ഇതാണ് സാധനം. ഇതിൽ നമുക്ക് ഇങ്ങറ്റത്ത് ഇവിടെ ഒരു പ്രസ് ചെയ്യണ 2 ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പയ്യെ ഇറക്കി കൊടുക്കണം. പയ്യെ ഇറക്കി കൊടുത്തു കഴിയുമ്പോൾ അത് ഇറങ്ങിപ്പോക്കോളും. ഇത്രേ ഉള്ളൂ. ഇത് ഷോക്ക് മൗണ്ടിൽ പിടിപ്പിച്ചിട്ട് ഈ വയർ കുത്തിയാൽ മതി, ജസ്റ്റ് കുത്തിയാൽ മതി. ഇതിൻ്റെ ആവശ്യം ശരിക്കും നമുക്കില്ല. നമുക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വെക്കേണ്ട ആവശ്യമുള്ളൂ. സ്റ്റാൻഡിൽ സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഷോപ്പ് മൗണ്ട് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ജസ്റ്റ് ടേബിളിൽ വെക്കണമെങ്കിൽ ഓൾറെഡി സ്റ്റഡി ആണല്ലോ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ സ്റ്റാൻഡിൽ കണക്ട് ചെയ്യാനുള്ള സംഭവമാണ്. പോപ്പ് ഫിൽറ്റർ പിടിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് താഴെ നമുക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മളൊരു ടേബിളിൻ്റെ ഇടയിലായിട്ട് കയറ്റി വയ്ക്കുക, എന്നിട്ട് നട്ട് വെച്ച് മുറുക്കുക. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഈ ഒരു നട്ട് വെച്ച് മുറുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ മുറുക്കുവാണ്. ഇനി നമ്മൾ മൈക്കിൻ്റെ എങ്ങോട്ടാന്ന് വെച്ചാൽ അത് ഇങ്ങനെ വളച്ച് ജസ്റ്റ് ഇപ്പോൾ മൈക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വളച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മൈക്ക് എവിടെ വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഈ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു USB സൗണ്ട് കാർഡ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയം അപ്പ്, വോളിയം ഡൗൺ ബട്ടൺ. ഇത് മെയിനായിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണാണ്. ഇത് നമ്മുടെ മൈക്കിൻ്റെ വോളിയം കൂട്ടുകയോ കുറയ്ക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. മൈക്ക് മ്യൂട്ടിൻ്റെ സ്വിച്ച് ഉണ്ട്, സ്പീക്കർ മ്യൂട്ടിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററാണ്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലായിട്ട് പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ ഈ പച്ച ലൈറ്റ് കത്തും. മൈക്ക് മ്യൂട്ട് ഓൺ ആക്കി കഴിയുമ്പോൾ ഈ ചുവന്ന ലൈറ്റ് കത്തും, തൊട്ട് മുകളിലുള്ള ഈ ചുവന്ന ലൈറ്റ്. പിന്നെ ഇവിടെ വരുമ്പോൾ മൈക്ക് കണക്ഷനും ഹെഡ്ഫോൺ കണക്ഷനുമാണ്. അപ്പോൾ യെല്ലോയിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഗ്രീനിൽ നമുക്ക് ഹെഡ്ഫോണോ ഹെഡ്സെറ്റോ അങ്ങനെയുള്ള സംഭവങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. വർക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാപ്ടോപ്പ് നമ്മൾ പവറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ശരിക്കും പവർ ഈ സാധനത്തിലായിട്ട് ഈ മൈക്കിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പവറുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മുടെ ചാർജർ കുത്തി വെക്കണം, എന്നിട്ട് കണക്ട് ചെയ്യായിരിക്കും നല്ലത്. നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു സജഷൻ എനിക്ക് പറയാനുള്ളത് ഇത് നോക്കുക, ഈ സംഭവം നോക്കുക നിങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ നമ്മൾ കയറ്റിയാലും ഫുള്ള് കയറേണ്ടാവില്ല. ഫുള്ള് കയറിയുള്ള അപ്പോൾ ഫുള്ള് കയറിയില്ലെങ്കിൽ മൈക്ക് വർക്ക് ചെയ്യില്ല. നമ്മൾ മൈക്കിൻ്റെ എററാണ്, ഈ സാധനത്തിൻ്റെ എററാണെന്ന് വിചാരിച്ച് ഇത് മാറ്റാൻ നിൽക്കരുത്. ഫുള്ള് ശരിക്ക് തള്ളി കയറ്റണം, ഒരു ഇതുപോലും ഇല്ലാണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് ഈ മൈക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലായിട്ട് കണക്ട് ചെയ്യാണ്. ലാപ്ടോപ്പിൽ ഏതെങ്കിലും ഒരു USB-യുടെ ഉള്ളിലായിട്ട് കയറ്റിയാൽ മതി. USB ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമേ നമ്മളിത് കുത്തി കഴിയുമ്പോൾ കുറേ ഡ്രൈവേഴ്സൊക്കെ ഇൻസ്റ്റാൾ ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ വന്ന ഡ്രൈവേഴ്സാണ്. ഇത് കറക്റ്റായിട്ട് കുത്തി കഴിയുമ്പോൾ ആ ലൈറ്റ് കളിയും. അപ്പോൾ ആ ലൈറ്റ് കളിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കണക്ട് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോവാം. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് ഞാനിപ്പോൾ ഓഡാസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും യൂസ് ചെയ്യും മൈക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഓഡാസിറ്റി ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ USB PNP ഡിവൈസ്, സൗണ്ട് ഡിവൈസ് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് മോണോ ആയാലും കുഴപ്പമില്ല, സ്റ്റീരിയോ കൊടുത്താലും കുഴപ്പമില്ല. ശരിക്കും നമ്മുടെ മൈക്ക് മോണോയാണ്, അപ്പോൾ മോണോ കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് സൗണ്ട് സെറ്റിങ്സിൽ പോകണം. സൗണ്ട് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. സൗണ്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചേഞ്ച് സിസ്റ്റം സൗണ്ട്സ് എന്ന് വരും. അതായത് കൺട്രോൾ പാനലിലുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കൺട്രോൾ പാനലിൽ പോയിട്ട് സൗണ്ട്സിൽ പോയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പോവാം, അതായിരിക്കും എളുപ്പം. കൺട്രോൾ പാനലിൽ പോവാം.
കൺട്രോൾ പാനലിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സൗണ്ട് എന്നുള്ള സെക്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് മൈക്കിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇതിൽ നമ്മൾ റെക്കോർഡിങ്ങിൽ പോയിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ ഫോർ USB PNP ഡിവൈസ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ലിസൺ എന്നുള്ളതുണ്ട്. ഇത് ടിക്കറ്റ് ടോക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും, മൈക്കിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കൊടുക്കണില്ല. പിന്നെ ഇവിടെ കസ്റ്റമലി AGC എന്നുള്ളത് നിങ്ങൾ ടിക്കറ്റ് ആക്കണം, എന്നാലാണ് ഈ മൈക്ക് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം, മെയിനായിട്ട് നോക്കേണ്ട കാര്യം, ഈ മൈക്രോഫോൺ സൗണ്ട് 100 വെക്കരുത്, ഒരു 60 റേഞ്ചിൽ വെച്ചാൽ മതി. കാരണം 100 വെച്ച് ചെയ്യുമ്പോൾ ഇത് പുറത്തുള്ള എല്ലാ സൗണ്ടുകളും ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ 50-60 റേഞ്ചിൽ വെച്ചിട്ട് നമ്മുടെ അടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സൗണ്ട് മാത്രമാണ് ഇത് ക്യാപ്ചർ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ നമുക്ക് സാധാ ഒരു ഫോണിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നോയ്സ് ഇതിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 50 to 60 കൊടുക്കുക. അഡ്വാൻസ്ഡ് എന്നുള്ളതുണ്ട്, അത് നമുക്ക് DVD ക്വാളിറ്റിയും കൂടി ആക്കി കൊടുക്കാം. പിന്നെ ഇത് ടിക്ക് ഇടേണ്ട കാര്യമില്ല കേട്ടോ, ഈ സംഭവം ടിക്ക് ഇടേണ്ട കാര്യമില്ല, അത് അൺചെക്ക് ചെയ്ത് കളഞ്ഞേക്കുക. ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് സൗണ്ട് ഡിവൈസ് USB PNP സൗണ്ട് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ മോണോയോ എന്തുവേണമെങ്കിലും കൊടുക്കാം, മോണോയോ സ്റ്റീരിയോയോ എന്തുവേണമെങ്കിലും കൊടുക്കാം. ഇവിടെ പ്ലേ ബാക്ക് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കേഴ്സ് ഫോർ PNP സൗണ്ട് ഡിവൈസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കില്ല ഒന്നും, കാരണം അതിൽ നമ്മൾ സ്പീക്കർ ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു മൈക്രോഫോൺ അല്ലേ. അപ്പോൾ സ്പീക്കേഴ്സ് റിയൽ ടെക് ഹൈ ഡെഫിനേഷൻ എന്നുള്ളത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇവിടെ റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റെക്കോർഡ് ആവും. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ചുമ്മാ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഫോൺ കാണാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഫയലിൽ പോവുക, എക്സ്പോർട്ട് പോവുക, എക്സ്പോർട്ട് ആസ് MP3 കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പേര് കൊടുക്കുക. ഇപ്പം ഞാൻ എന്തെങ്കിലും പേര് കൊടുത്തു. എന്നിട്ട് ഇതിൽ ഇൻസൈൻ 320 kbps കൊടുക്കുക. എന്നിട്ട് സേവ് അടിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും ഓക്കെ അടിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും ആർട്ടിസ്റ്റ് നെയിമോ ട്രാക്ക് ടൈറ്റിലൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കും, അത് കൊടുക്കണ്ട, ഓക്കെ അടിച്ചാൽ മതി. ഓക്കെ അടിക്കുമ്പോൾ നമ്മുടെ അത് എക്സ്പോർട്ട് ആയിട്ടുണ്ടാവും, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഫിലിമോറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു എഡിറ്റർ വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ വീഡിയോയുടെ വോളിയം ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് ഈ വീഡിയോയുടെ ഈ മൈക്രോഫോണിൻ്റെ ഓഡിയോ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നേരം നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടത് മൊത്തം Realme X3 എന്ന് വന്ന സൗണ്ടാണ്, അതിൻ്റെ മൈക്കിൽ നിന്ന് വന്ന സൗണ്ടാണ്. അപ്പോൾ ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേറൊരു ദിവസമാണ് ഇരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അന്യായം മഴ പെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മൈക്കിൻ്റെ കറക്റ്റ് സൗണ്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇരുന്നതാണ് ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോണത്. ഇപ്പോൾ ഞാൻ ഓഡാസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഓഡാസിറ്റിയിൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു എഡിറ്റിംഗ് ചെയ്താലുള്ള ഡബിളും ചെയ്താലുള്ള ഒന്നും ചെയ്താലുള്ള. ഞാൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ ഈ മൈക്കിൽ നിന്നുള്ള ഡയറക്റ്റ് സൗണ്ടാണ്. നമ്മൾ 10 to 15 സെൻറ്റിമീറ്റർ അകൽച്ചയിൽ വെച്ചിട്ട് നമ്മൾ സൗണ്ട് പറയണം. ഇപ്പം ഞാൻ 60ലാണ് ഇട്ടേക്കുന്നത്. 100ലേക്ക് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടൻസർ നോയ്സ്, ഈ മൈക്കിൻ്റേതായ ഒരു നോയ്സ് വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാൻ്റെ പവർ നമ്മൾ യൂസ് ചെയ്യണ്ട. ഫാൻ്റെ പവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നോയ്സ് കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ കേൾക്കണ സൗണ്ട് എന്ന് വെച്ചാൽ ഈ മൈക്കിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന സൗണ്ടാണ്. 60 ഇട്ടിട്ടുള്ളത്. 60-50 ആ റേഞ്ചിലിടുക. എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നോയ്സ് പോയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മൈക്കിൻ്റെ ഈ ഒരു സൈഡും നമ്മുടെ നേരെ വരാൻ പാകത്തിന് വേണം നമ്മൾ വയ്ക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അപ്പോഴാണ് നമ്മുടെ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ ഈ കോംബോ പാക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതായത് പോപ്പ് ഫിൽറ്ററും ഈ മൈക്രോഫോണോടെയുള്ള കോംബോ പാക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ നമ്മുടെ USB സൗണ്ട് കാർഡിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഫാൻ്റെ പവർ ആണെങ്കിൽ ഫാൻ്റെ പവറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അഥവാ എനിക്ക് ഈ സൗണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ സ്വയം കേട്ട് കഴിഞ്ഞ് എനിക്ക് കുറച്ചാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഫാൻ്റെ പവർ മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ കൂടി ഇടാം. പിന്നെ മൈക്രോഫോൺ സ്റ്റാൻഡിൻ്റെ ആവശ്യം വന്നാൽ അത് മേടിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സാധാ നമ്മുടെ ഫോണിൽ കേൾക്കുന്ന സൗണ്ടിനേക്കാളും ഇത് നല്ലതാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.